നടന്റെ കഴിവ് വെച്ചിട്ടാണ് നടൻ അതെ ശ്രദ്ധേയനാവുന്നത്. ഇപ്പൊ ഇന്ദ്രൻസ് പോലും ഉം. പണ്ട് കോമഡി അതെ നടനായിട്ട് വന്നു, അതെ പിന്നീട് സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തു, ഉം. ടച്ചിങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഉം. ചെയ്യുന്നു, ദേശീയ അവാർഡിലേക്ക് എത്തുന്നു. ഉം. ഒരു നടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അതെ ആയിരിക്കില്ല. അതെ തന്റെ അതെ കഴിവ് കൊണ്ട് അതെ അഭിനയത്തിലൂടെ എന്താണോ തന്റെ ജോലി അതിൽ കൂടെ തന്നെ ഉം. മികച്ചവൻ ഉം. എന്നുള്ളൊരു പേര് എടുത്തല്ലേ പറയുന്നത്. അതുപോലെ നെഗറ്റീവായി സിനിമകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല. പറ്റത്തില്ല. എന്ത് അവസ്ഥയാണ് ഇത്. അതുപോലെ തന്നെ ഇപ്പം ഇപ്പൊ യുവതലമുറയിൽ തന്നെ നടന്മാരുണ്ട്. ഞാൻ പറയാം, നസ്ലിൻ എന്ന് പറഞ്ഞൊരു നടനുണ്ട്. ഇപ്പൊ ആലപ്പുഴ ജിംഖാന, പ്രേമലു, കുറേയേറെ സിനിമകളിൽ നായകനായിട്ടുള്ള ഇയാളൊക്കെ വളരെ മാന്യമായിട്ടാണ് സെറ്റിലെ പെരുമാറ്റം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുപോലെ മാത്യു എന്ന് പറഞ്ഞൊരു നടനുണ്ട്. അതായത് +2 കഴിഞ്ഞപ്പോഴേ സിനിമയിൽ പ്രധാനപ്പെട്ട നായക വേഷങ്ങൾ കൈകാര്യം ചെയ്യുകയാണ്. ഇപ്പം പഠനം പോലും എന്തോ ഓൺലൈനാക്കിക്കൊണ്ട് സിനിമാഭിനയവുമായി രംഗത്ത് ഒരുപാട് സിനിമകളിലുണ്ട്. അവരൊക്കെ തന്നെ എത്ര മാന്യമായിട്ടാണ് പെരുമാറുന്നത്. അതുപോലെ തന്നെ ഈ ഷൈൻ നിഗം ഇപ്പം ഈ കുറേ പേര് വിരട്ടിയതോടുകൂടി ഷൈൻ നിഗം കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ശ്രീനാഥ് ഭാസിയും ഈ ഷൈൻ ടോം ചാക്കോയൊക്കെ സിനിമാക്കാർക്കും അല്ലെങ്കിൽ നിർമ്മാതാക്കൾക്കൊക്കെ ഒരു തലവേദന തന്നെയാണ്. അവർ ശരിക്കും പറഞ്ഞാൽ ഇവർ സംഘടനകൾ തന്നെ ഇവരെ ഒഴിവാക്കണം. അമ്മയും ആക്റ്റയും പെപ്കയും ഒക്കെ ഇവരെ ഒഴിവാക്കി നിർത്തുമ്പോഴത്തേക്ക് പിന്നെ ഇവർ നേർവഴിക്ക് വരും, അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോകും.